Good morning, all of you. All of you mark your attendance. Good morning. Okay. Good morning. Okay. Miss. Good morning. Good morning, Miss. Good morning. ഇപ്പൊ നമ്മുടെ എക്സാം ഒക്കെ ആകാറായി അല്ലേ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? പഠിപ്പിച്ചതൊക്കെ പഠിച്ചോ എല്ലാവരും? Good morning, Miss. Good morning. ഓക്കെ. അപ്പൊ നമ്മള് ഏത് പേജ് വരെ പഠിച്ചു? നിങ്ങളുടെ അല്ലേ? ആണല്ലോ. നമ്പർ 26 വരുന്നത് ആണ് നമുക്ക് ഇനി എക്സാമിന് വരുവാ കേട്ടോ. Good മോർണിംഗ് ഓൾ ഓഫ് യു. മിസ് മ്യൂട്ട് എല്ലാവരെയും. ഓക്കെ. അപ്പൊ നമ്മള് പേജ് നമ്പർ മക്കളുടെ 26 അല്ലേ? നിറം പറയൂ എന്നുള്ള ഭാഗം അല്ലേ? അതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഓക്കെ ആണോ? യെസ്. ഓക്കെ. അപ്പോ അതുവരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഈ സെമസ്റ്റർ എക്സാമിന് വരുന്നത്. അപ്പൊ അതുവരെയുള്ള പേജുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിക്കണം അല്ലെ? നമുക്കൊന്ന് റിവിഷൻ പോലെ ഫസ്റ്റ് മുതലൊന്ന് വായിച്ചു നോക്കാം അല്ലെ? മറന്നുപോയോ എല്ലാവരും ആദ്യ ഭാഗങ്ങള്? മറന്നോ? യെസ് ഓർ നോ? രാവിലെ ആയിട്ടും ആർക്കും പ്രതികരണം ഇല്ലേ? ഇല്ല. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്ക് all of you take your textbook. നമുക്ക് ആദ്യം മുതലൊന്ന് വായിച്ചു നോക്കാം അല്ലെ? എങ്ങനെയുണ്ട് മക്കള്? പഠിക്കുന്നുണ്ടോന്ന് അറിയണല്ലോ അല്ലേ? അപ്പോ ഫസ്റ്റ് പേജിൽ എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? അപ്പോ മിസ് പറഞ്ഞു പേജ് നമ്പർ 26 വരെയാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ അതുവരെയുള്ള ഭാഗങ്ങള് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് മുതൽ 26 വരെയുള്ള, അതായത് മൂന്നാമത്തെ പേജ് മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലെ? അവിടുന്ന് മുതൽ 26 പേജ് നമ്പർ 26 നിറം പറയൂ എന്നുള്ള ഭാഗം വരെയുള്ളതാണ് നമ്മുടെ എക്സാമിന് വരുന്ന സിലബസ്. ഓക്കെ. അപ്പോ ഫസ്റ്റ് മുതൽ നമുക്കൊന്ന് റിവിഷൻ പോലെ മുമ്പോട്ട് പോയി നോക്കാം. ഓക്കെ. എല്ലാവരും റെഡിയാണല്ലോ? യെസ്. അതിൽ നമ്മള് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ? സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചില്ലക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആണല്ലോ? വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചില്ല, എഴുതാൻ പറയാൻ മാത്രം പഠിച്ചു അല്ലെ? എഴുതാൻ ഏതൊക്കെ പഠിച്ചു നമ്മള്? കവർഗങ്ങളും ചവർഗങ്ങളും ടവർഗങ്ങളും പഠിച്ചു. പിന്നെയോ ഓക്കെ. അതുവരെയുള്ള ഭാഗങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങളിൽ പഠിച്ചത്. അപ്പൊ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. മലയാളത്തിലെ അക്ഷരമാല അല്ലേ? നല്ല എഴുതാൻ പറ്റൂ. ഓക്കെ. അപ്പൊ അതില് ഫസ്റ്റ് പേജിൽ എന്താ നമ്മൾ പഠിച്ചത്? പേജ് നമ്പർ 3 നമ്മൾ പഠിച്ചത് മിസ് പറയുന്ന ആള് മാത്രം വായിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ഓക്കെ. നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. ആദ്യ മധുവാണ് ഫസ്റ്റിലുള്ളത് അല്ലെ? ആദ്യ ആ ഫസ്റ്റ് പേജ് നമ്പർ 3 എന്താ ഉള്ളത്? ഒന്ന് പാടിയേ. നമ്മൾ എന്താ പഠിച്ചേ? ഏതിനെ പറ്റിയാ പഠിച്ചേ? എന്റെ വിദ്യാലയം അല്ലേ? വിദ്യാലയത്തില് നമ്മ എന്തൊക്കെ കണ്ടു, ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഒന്ന് പാടിയ ആദ്യ കുട്ടി. വീട്ടിൽ നിന്ന് പുറപ്പെട്ട എത്താമല്ല നേഴ്സറി, ഒപ്പമൊരുന്ന് പഠിത്തേനം, ഒപ്പമൊരുന്ന് തളിത്തേനം, കൂട്ടരൊടുത്ത് കൂട്ടരുമൊത്തരി ഉണ്ടല്ലോ, കൂട്ടായത്ത് തുന്നാര വീട്ടിൽ പോവാനായിട്ടോ. അപ്പൊ വിദ്യാലയം എന്ന കവിതയാണ് നമ്മള് ഫസ്റ്റ് പേജിൽ പഠിച്ചത് അല്ലെ? വിദ്യാലയത്തില് എങ്ങനെയാ പോകുന്നതും അല്ലെ, ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. വിദ്യാലയം എന്ന് പറഞ്ഞാ എന്ത്? വിദ്യ, അറിവ് കിട്ടുന്ന സ്ഥലമാണല്ലേ വിദ്യാലയം. ഓക്കെ. അപ്പൊ നമുക്ക് പഠിക്കാനും കളിക്കാനും കൂട്ടുകാരോടൊത്ത് കൂടാനും അധ്യാപകരെ കാണാനും ഒക്കെ അവസരം കിട്ടുന്ന ഇടമാണ് ഇവിടം, വിദ്യാലയം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ
വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ. ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരുമൊത്തിരി ഉണ്ടല്ലോ കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. അല്ലെ, അത്രയാണ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പേജിൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ വിദ്യാലയത്തിനെ കുറിച്ച് പഠിച്ചു അല്ലേ? വിദ്യ എന്താണ്? അറിവ്. അറിവ് കിട്ടുന്ന സ്ഥലമാണ് ഏത്? വിദ്യാലയം അല്ലെ? അതോടൊപ്പം നമുക്ക് എന്തൊക്കെയുണ്ട്? കൂട്ടുകാരുണ്ട്, അധ്യാപകരുണ്ട്, കൂട്ടുകൂടാൻ പറ്റും, കളിക്കാൻ പറ്റും, ഒപ്പം പഠിക്കാനും പറ്റും അല്ലെ? നെക്സ്റ്റ് പേജിൽ അവിടെ വിദ്യാലയത്തിലെ ഒരു ടീച്ചറെയും കുറച്ച് കുട്ടികളെയും ഒക്കെ കാണുന്നുണ്ട് അല്ലെ നമ്മള്? ഓക്കെ അല്ലേ ആ പിക്ചറില്? നെക്സ്റ്റ് പേജ് എടുത്തേ മക്കള്. എന്താണ്? എന്റെ വിദ്യാലയം എന്തൊക്കെ ഏതൊക്കെ, അവിടെ ഉണ്ടാകുന്ന ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അല്ലെ? കളിക്കുന്ന സ്ഥലമുണ്ട്, ടീച്ചർ ഉണ്ട്, ബസ് ഉണ്ട്, സ്കൂൾ ബസ് ഉണ്ട്, ഡെസ്ക് ഉണ്ട് അല്ലേ, ടാപ്പ് ഉണ്ട്, ഇതൊക്കെ അവിടെ ബോർഡ് ഉണ്ട്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തതാണ്. നെക്സ്റ്റ് പേജിൽ നമ്മൾ എന്താ പഠിച്ചത് റിയാൻ? അടുത്ത പേജിൽ നമ്മൾ എന്താ പഠിച്ചത്? ഞാനേ ഇവിടെ മിസ് ഉണ്ട്, നീ എന്തിനാ പേടിച്ചു? എന്താ പഠിച്ചത് നമ്മള്? ഒരു കഥയാണ് പഠിച്ചത് അല്ലേ? ഒരു സ്റ്റോറി. എന്താ സ്റ്റോറിയിൽ പഠിച്ചത് നമ്മള്? അഹങ്കാരം നല്ലതല്ല. അഹങ്കാരം ആർക്കും നല്ലതല്ല എന്നൊരു പാഠം, എന്നൊരു മോറലാണ് നമ്മളിവിടെ പഠിച്ചത് അല്ലേ? ഓക്കെ, ആമയുടെയും മുയലിന്റെയും പ്രത്യേകത പറഞ്ഞതിലൂടെ നമ്മൾ എന്ത് പഠിച്ചു? അഹങ്കാരം ആർക്കും അമ്പൻ എന്ന തോന്നല് ആർക്കും നല്ലതല്ല എന്ന ഒരു മോറൽ നമ്മളവിടെ പഠിച്ചു അല്ലെ? മുയല് അഹങ്കാരിയായി അല്ലെ? തന്റെ കഴിവിൽ അവന് അഹങ്കാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ തോറ്റു തുന്നം പാടി അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ, അതായത് ഇഴഞ്ഞു പോകുന്ന ആമ, അവൻ അഹങ്കാരം ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ലക്ഷ്യസ്ഥാനത്ത് ഫസ്റ്റ് തന്നെ എത്തി. അങ്ങനെ സമ്മാനം ആമയ്ക്ക് ലഭിച്ചു. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മോറൽ എന്താ? അഹങ്കാരം ആർക്കും നല്ലതല്ല, ഞാൻ എന്ന ഭാവം അല്ലെ? അറിവുണ്ടെങ്കിലും എന്ത് ചെയ്യണം? മറ്റുള്ളവർ കൂടി പകർന്നു കൊടുത്ത് തൻ്റെ കൂടെ നിൽക്കുന്നവരെയും കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് അവരെയും കൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ മുന്നോട്ട് പോകണം എന്ന ഒരു പാഠം നമ്മൾ അവിടെ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് പേജിൽ എന്തായിരുന്നു? ചിത്രം കാണാം വായിക്കാം. പേജ് നമ്പർ 6 ആണ് മിസ്സിന്റെ ഇതില്, നിങ്ങൾ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് പഠിച്ചു? വായിക്കാൻ. ഓക്കെ, അൻവിത ഒന്നത് വായിച്ചേ. അൻവിത അൺമ്യൂട്ട് ചെയ്തിട്ട്. ആ അമ്പിളി, ആ ആന, ഈ ഇല, ഈ ഈച്ച, ഊ ഉറുമ്പ്, ഊ ഊഞ്ഞാൽ, ഋഷി, ആ അട, ആ ആമ, ഈ ഇമ, ഈ ഈച്ച, ഊ ഉറി, ഊ ഊണ്, ഋതു. വെരി ഗുഡ്. നമുക്ക് അടുത്ത നിരാശക്കുട്ടി, അടുത്തതിൽ നമ്മൾ എന്താ പഠിച്ചത്? ചിത്രം കാണാം വായിക്കാം അല്ലെ? ഒന്ന് വായിച്ചേ നിരാശ. എലി, ആണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അംബുജം. അറിയോ റെഡിങ്ങിൽ എഴുതിയത്? എരുമ, ഏലം, ഐക്യം, ഒന്ന്, ഓട്, അമ്പരം. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പേജിൽ നമ്മൾ എന്താ പഠിച്ചേ? എന്താ ആയിഷാമാന? ഒന്ന് വായിച്ചേപ്പിച്ചേ മിസ്സിനെ.
ഈ ഉം, ഉ ഉം, ഓ ഉം, എർ ഉം. എ ഏ ആ. ഐ ഓ ഓ ഓ ഓ ഓ ഉം. ഔ ആ. അം ഉം. ആ ഓക്കെ ഇതെന്താണ് എന്താ ഈ സംഭവം ഇപ്പൊ മോള് വായിച്ചത് സ്വരാക്ഷരം സ്വരാക്ഷരങ്ങൾ വെരി ഗുഡ് സ്വരാക്ഷരങ്ങൾ ഓക്കെ നെക്സ്റ്റ് എന്താണ് ആദിശ്രീ അതിന്റെ താഴെ എന്താ ഉള്ളത് എന്താ നമ്മൾ പഠിച്ചത് ആദിശ്രീ അയച്ചേ അക്ഷരം അകമിൽ ആ പുറമിൽ അകമില്ല പുറമില്ല നെറ്റില്ല വട്ടയിൽ ഓക്കെ വെരി ഗുഡ് അപ്പൊ എന്താത് കടങ്കഥ പപ്പടം അല്ലേ ഓക്കെ അകമില്ല പുറമില്ല ഞെട്ടില്ല അത്തിതാണ് വട്ടയില ഓക്കെ നെക്സ്റ്റ് താഴെ നമ്മൾ എന്താ പഠിച്ചെന്ന് അറിയോ വഴി കാണിക്കാം അല്ലേ ആ പക്ഷിക്ക് അതിന്റെ കൂടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിച്ചു എല്ലാരും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ യെസ് അല്ലേ ഓ നെക്സ്റ്റ് പേജിൽ എന്താ ശാസ്ത്രേ നമ്മൾ പഠിച്ചത് ശാസ്ത്രേ ഒരു പൂന്തോട്ടത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് ആ പാട്ട് എങ്ങനെയായിരുന്നു ഒന്ന് പാടി കേൾപ്പിച്ചേ എല്ലാവർക്കും നട്ടു നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം മുട്ടുകൾ പൂവുകളാവും നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം കിളിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിടും ഇത്തിരി പെരുമളം ഊട്ടിയെടുക്കാൻ എത്തും ചാരെ ഇളം കാറ്റും പൂന്തോട്ടത്തിന്റെ ഒരു നല്ല കവിതയാണ് അവിടെ നമ്മൾ പഠിച്ചത് അല്ലേ പൂന്തോട്ടത്തില് കൊറേ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണ് നമ്മള് നട്ടു നനച്ചു വളർത്തുക നമ്മൾ നട്ടാ മാത്രം പോരാ അല്ലേ നനയ്ക്കണം എന്നിട്ട് അതിനെ സ്നേഹത്തോടെ പരിപാലിക്കണം അല്ലെ അങ്ങനെ ആവുമ്പോ എന്തുണ്ടാവും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവും പൂന്തോട്ടം നല്ലതാവും അല്ലേ ഓക്കെ അപ്പൊ നട്ടു നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം മൊട്ടുകൾ പൂകളാവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരയിളങ്കാറ്റും അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാവുമ്പോ എന്ത് നമുക്ക് ഉണ്ടാവും മുട്ടിടുമ്പോ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ അത് മാത്രല്ല പിന്നെയോ അപ്പൊ കരിവണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ ഇങ്ങനെ പൂന്തോട്ടത്തില് ചാടി ഓടി കളിക്കാൻ തുടങ്ങും അല്ലെ പിന്നെയോ ആ പരിമളം സുഗന്ധം ഊറ്റിയെടുക്കാൻ വേണ്ടി ഇളം കാറ്റും എത്തിച്ചേരുന്നു പറഞ്ഞു അല്ലെ ഓ അപ്പോ അവിടെ നല്ലൊരു പൂന്തോട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത് അല്ലെ നെക്സ്റ്റ് പേജിൽ എന്താ മക്കളെ ഉള്ളത് ഏതൻ വായിച്ചേ ഏതൻ അല്ല വൈഗ ഓക്കെ വൈഗ കഴിഞ്ഞിട്ട് ഏതനല്ലേ ആ വൈഗ വായിച്ചേ വായിക്കാം എഴുതാം വായിക്കാം പന വല മല വര ബാക്കിയുള്ളതിനൊക്കെ നിറം കൊടുത്തില്ലേ എല്ലാവരും ആ നെക്സ്റ്റ് താഴെ പറ പദ മര ലത പറവ ഓക്കെ അപ്പോ അതിന് തൊട്ട് മുന്നത്തെ പേജിൽ എന്ത് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നെക്സ്റ്റ് പേജിൽ എന്താ പഠിച്ചേ മടിയൻ മല ചുമക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും മടിയന്മാരായിട്ട് നിൽക്കൂല അല്ലെ മല ചുമക്കേണ്ടി വരും പയ്യെ തിന്നാല് അതായത് മെല്ലെ മെല്ലനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും മുള്ളു വരെ കഴിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് എന്ത് ചെയ്യണം പഠിക്കേണ്ട കാര്യങ്ങള് അന്നന്ന് പഠിക്കുക അല്ലെ ഒന്നിച്ചു വെച്ചാൽ എന്താവും വളരെ ബുദ്ധിമുട്ടാവും
മടിയന്മാരാവില്ല അല്ലെ, നമ്മള് മല ചുമക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് അതാണ് നമ്മൾ അതിൽ പഠിച്ചത്. നെക്സ്റ്റ് പേജിൽ എന്താണ്? ഏതൻ വായിച്ചേ. ഒരു കുറിഞ്ഞി പൂച്ചയെ പറ്റി നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് പാടി. ഉള്ളൊരു പൂച്ച, കൺമശി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ട് മഞ്ഞ, പൂവിതൾ പോലെ നാവ്, പൊങ്കുല പോലെ വാലി, എന്ത് കുറിഞ്ഞ പൂച്ച, അന്തസ്സുള്ള പൂച്ച. ഓക്കെ, വെരി ഗുഡ്. അപ്പോ പൂച്ചയെ പറ്റിയാണ്, കുറിഞ്ഞി പൂച്ചയെ പറ്റിയാണ് നമ്മളവിടെ പഠിച്ചത്. എല്ലാവർക്കും അറിയാലോ പാട്ട് പാടാനത്. നെക്സ്റ്റ് അഭിനവ് വായിച്ചേ. അഭിനവ് അടുത്ത പേജ്. അഭിനവ് എസ് ജേക്കബ് വായിക്കാം. മാല, 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 തിരി, തിരി, പീലി, മല, മാല, മല, കളി, നീല, നീല, പാവ, നീല. ഓക്കെ, അതിന് താഴെയോ? നിറകുടം, തുളുമ്പില്ല. നിറകുടം ഒരിക്കലും തുളുമ്പില്ല കേട്ടോ. നെക്സ്റ്റ് പേജിൽ എന്താണ്? തരാൻ നോക്കട്ടെ. ഇവിടെ നൂഹാസ്മിൻ. നൂഹ വായിച്ചേ. നൂഹ ടെസ്റ്റില്ല, ടെസ്റ്റില്ല നൂഹ കുട്ടിക്ക്. ഓക്കെ, അടുത്ത ആദിഷ്. ആദിഷ് വായിച്ചേ മോനെ. അടുത്ത പേജിൽ എന്താ പഠിച്ചത്? വായിക്കാം. പൂവ്, നര, നര, പൂജ, പൂജ, പൂരി, പൂരി, മുന, 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 നൂല്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മൾ ഏതൊക്കെ ചിഹ്നങ്ങൾ പഠിച്ചു? ഫസ്റ്റ് മുതൽ ആ എന്നുള്ള ചിഹ്നം പഠിച്ചു. നെക്സ്റ്റ് ഈ, ഇപ്പൊ ഏതാണ്? ഇത്രയും അതിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊരു പാഠം കൂടെ അതിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് പേജിൽ എന്താണ്? അടുത്ത ആരാ? ഐവിൻ. ഐവിൻ ജോസഫ്. ഐവിൻ വായിച്ച. ഐവിൻ അഴകുള്ള ചങ്ങാതിമാർ. കുറിഞ്ഞു പൂച്ച പട, എണ്ട കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമസി പോലൊരു കണ്ണുകൾ രണ്ടും പൂവില പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്, എണ്ട കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അഹല്യ. അഴകുള്ള ചങ്ങാതിമാർ എന്ന പാഠം വായിച്ചേ. മുല്ലപ്പൂ ചിരിക്കുന്നു, പല്ലനന്ദോളപ്പാണ്, കുണുങ്ങുന്നു, തൊട്ടു തൊടുന്നു ചെക്കിപ്പോ, കണ്ണെഴുതുന്നു കക്കാപ്പോ, നന്നല്ലോ പൂക്കൾക്കെല്ലാം ചാഞ്ചാട്ടം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ലുബാബയാണ് അടുത്തത്. അടുത്ത പേജ് എന്താ? ലുബാബ. വന്നല്ലോ പൊന്നോണം. മാവേലി നാടുവാൻ വീടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓക്കെ, വെരി ഗുഡ്. ഓണാഘോഷത്തെ പറ്റി അല്ലെ. മാവേലി നാടുവാൻ ഈടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാടുവാണിടുന്ന കാലത്ത് എങ്ങനെയായിരുന്നു? മനുഷ്യരൊക്കെ എങ്ങനെയായിരുന്നു? ഒന്നുപോലെയായിരുന്നു. അതായത് എല്ലാരും തുല്യമായി നല്ല സുഖസമൃദ്ധിയിൽ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു
എന്നാണ് മഹാബലി നാടുവാണ കാലം. ഓക്കെ, നെക്സ്റ്റ് പേജിൽ എന്താ പഠിച്ചത് സിയ ഫാത്തിമ? വായിക്കാം എഴുതാം. വായിച്ചേ സിയ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ചേനേനെ പറ്റി ഒരു ഇതുണ്ടല്ലോ, കുണ്ടിലിരിക്കും കുട്ടൂസ്, കുട പിടിക്കും കുട്ടൂസ്. ഓക്കെ, നെക്സ്റ്റ് ഫാത്തിമ ജാബിർ വായിച്ചേ അടുത്ത പേജ്. ഫാത്തിമ കുട്ടി. ഫാത്തുസേ കേൾക്കുന്നുണ്ടോ? ഏതൊക്കെ കാലം? ഫാത്തിമ. അതെയോ? ഓക്കെ, നെക്സ്റ്റ് ഏബൽസിൻഡോ? മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഓക്കെ, വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം അല്ലെ? ഓരോ ചിത്രവും നോക്കി കാലങ്ങൾ പറഞ്ഞു എബിന് അല്ലെ? വെരി ഗുഡ്. നെക്സ്റ്റ് എബിൻ ഇവാന ബിജു. ഇവാന വായിച്ചേ അടുത്തത് മരം. മരം, മന, മന, മടി, മടി, തടി, തടി, വര, കുട്ടി, തോട്ടം, ചോല, പത്തം. ഓക്കെ, വ്യക്തി വായിച്ചു പഠിക്കണേ വേനക്കുട്ടി. ഓക്കെ, അപ്പൊ മരം എന്നുള്ള പേജ് അതിലാ പഠിച്ചത് അല്ലേ? ഓക്കെ, മിസ്സിന്റെ ഉള്ളത് പൊതി, തൊടി, പൊടി, മോടി, തോട, ചോല, മൗനം, മൗലി, നൗക, വരം, തരം, പദം. നിറം കൊടുക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട് മിസ്സിന്റെ. നിങ്ങളുടെ ഇല്ല അല്ലേ? ഓ, നെക്സ്റ്റ് അടുത്ത ആരാ നോക്കട്ടെ. ഇബിനാണ് വിദ്യുത് വായിച്ചത്. നെക്സ്റ്റ് വിദ്യുത് വായിച്ചേ. വിദ്യുത് അടുത്ത പേജ്. പറന്ന് 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 എന്നുള്ളത്. പറന്നു പറന്ന് പറന്ന് എന്നുള്ളത് എന്താ വായിക്കുക? നമ്മുടെ പേജ് നമ്പർ 21 ആയിരിക്കും നിങ്ങളുടേത്. എല്ലാരും ശ്രദ്ധിക്കണേ വായിക്കുമ്പോ. മയിൽ. നെക്സ്റ്റ് നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ. നെക്സ്റ്റ് ഏതാണ്? ഡക്ക്. ഓക്കെ, താറാവ് അല്ലേ? ഓക്കെ, നീന്താൻ കഴിവുള്ള പക്ഷി. നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി. എന്ത്? പ്രാവ്. ഒരു വളർത്തു പക്ഷി ആരാ? കോഴി. അപ്പോ കുറെ പക്ഷികളെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഏതൊക്കെയാണ്? നമ്മുടെ ദേശീയ പക്ഷി മയിൽ, നീന്താൻ കഴിവുള്ള പക്ഷി താറാവ്, പരിസരം വൃത്തിയാക്കുന്ന പക്ഷി കാക്ക, സംസാരിക്കുന്ന പക്ഷി തത്ത, സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി പ്രാവ്, ഒരു വളർത്തു പക്ഷി കോഴി. ഓക്കെ, നെക്സ്റ്റ് പേജിൽ എന്താ പഠിച്ചത്? അടുത്ത ആരോടാ ചോദിക്കണ്ടേ? എല്ലാരും തെറ്റിയല്ലേ ഓർഡർ. ഫാത്തിമ മെഹറി.
ഉമ്മാന്റെ പുസ്തകമില്ല. പുസ്തകമില്ലേ? ഓക്കെ, ഉമർ ജാഫർ. കരടി, കരടി. ആ ഗദ, ആ ഘടികാരം, ആ തേങ്ങ, ഓക്കെ, വെരി ഗുഡ്. കാ, കരടി മതി. കരടി. നെക്സ്റ്റ് നഖം, ഗദ, ഘടികാരം, തേങ്ങ. ഇത്രയും നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ കവർഗങ്ങള് അല്ലെ? വ്യഞ്ജനാക്ഷരങ്ങളില് കവർഗങ്ങള് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് പേജിൽ എന്താ നമ്മൾ പഠിച്ചത്? അടുത്ത ആരാടാ പറയുന്ന നോക്കട്ടെ. അടുത്ത ആരാ? ഫാത്തിമ മേറിന്റെ പുസ്തകമില്ല. ലുബാവ വായിച്ചു. ഏഡൻ തോമസ്. ഏഡൻ. തത്തമ്മേ പൂച്ച പൂച്ച. തത്തി തത്തി പാട്. തത്തി നടന്നു. തത്തി തത്തി തത്ത നടന്നു. കൊത്തിയെടുത്തു ഇതെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പോ തത്തമ്മേ പൂച്ച പൂച്ച എന്നൊരു പാട്ടാ നമ്മൾ പഠിച്ചത് അല്ലേ? എന്ത്? തത്തി തത്തി തത്ത വരുന്നു, കൊത്തിയെടുത്തു വിത്തെല്ലാം, പമ്മി പമ്മി പൂച്ച വരുന്നു, അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു, പറ പറ പറ. നെക്സ്റ്റ് കീരിയുടെ പാട്ടാണ് അല്ലേ? ആരൊക്കെ ഇനി പാടാതെ ഉള്ളത്? മഹിമ പാടാൻ പറ്റുമോ? മഹിമ കുട്ടി ആ പാട്ട് പഠിച്ചോ? മഹിമ, can you hear me? Okay, ഫാത്തിമ ജാബിർ പാടുവോ? തത്തമ്മേ പൂച്ച പൂച്ച തത്ത നടന്നു. കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്തേ പറന്നോളൂ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു, പറ പറ പറ. ഓക്കെ, നെക്സ്റ്റ് കീരിയുടെ പാട്ട് പാടാൻ പറ്റുമോ മഹിമ കുട്ടി പഠിച്ചിനാ? മഹിമ കിണ്ണത്തിലിട്ട് കിലുക്കിത്ത. പഠിച്ചോ മഹിമ കുട്ടി? ഓക്കെ, ഫാത്തിമ അല്ല മഹിമ ഒന്നും പറയുന്നില്ലല്ലോ. മഹിമ, ഇനി ആരെയാ മിസ് വായിപ്പിക്കാനുള്ളത്? റിയാൻ പാടുന്നോ അത്? ഓക്കെ, റിയാൻ പാടിക്കോ. കിണ്ണത്തിലിട്ട് കിളിക്കിത്ത, കല്ലും മണ്ണും പോക്കിത്ത, കല്ലായി പാലം കടുത്തിത്ത. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരെയാണ് വായിപ്പിക്കാത്തുള്ളത്? എല്ലാരും വായിച്ചോ മക്കളെ? മഹിമ വായിക്കാൻ പറ്റുമോ? മഹിമ അടുത്ത പേജ്. ചിരവ, ചിരവ, ഛായ പറഞ്ഞേ. നെക്സ്റ്റ് വൺ ജനൽ. അടുത്തത് ചഷം.
ഞാറ്. ച ഛ ജ ഛ ഞ. ഓക്കെ, അതാണ് ആ പേജിൽ നമ്മൾ പഠിച്ചത് അല്ലേ. നെക്സ്റ്റ് പേജിൽ എന്താ? വായിക്കാം എഴുതാം. ആരാണ് ഇനി വായിക്കാത്തുള്ളത്? എല്ലാരും വായിച്ചു അല്ലേ? മഹിമക്കുട്ടി ഒന്നും വായിക്കുന്നില്ലല്ലോ. అదొన్ను പറയൂ మేడం. చెప్పు మేడం చెప్తుంది నువ్వు పలుకు. తెలుగు కాదు అది మలయాళం. ఒకసారి చెప్పు మళ్ళీ అర్థమవుతుంది. ഓക്കെ, ആ പേജിൽ നമ്മൾ എന്താ പഠിച്ചെന്നറിയോ? വായിക്കാം എഴുതാം എന്നുള്ളതില് ക ട ഠ ഡ ഠ ണ അല്ലേ? ട കുട, ഠ പീഠം, ഡ ഗരുഡൻ, ഠ ഢക്ക, ണ തോണി. അടുത്ത താഴെ മടി, പട, കട, ഈണം, ഓണം, ഏണി, പാഠം, ഡപ്പി, മൂഢൻ. ഓക്കെ, ഓക്കെ, വായിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? അടുത്ത പേജിലാണ് നിറം പറയൂ എന്ന് പഠിച്ചത് അല്ലേ? പച്ച അല്ലേ? ഗ്രീൻ കളർ. പച്ച ഇലകൾക്കൊക്കെ ഏത് കളറാ? പച്ച നിറം. നെക്സ്റ്റ് മഞ്ഞ. മഞ്ഞ ഒരു ഫ്ലവർ ആണ് അവിടെ കാണിച്ചത് അല്ലേ? ഏതാണ്? സൺഫ്ലവർ ഉണ്ട് അല്ലേ? സൂര്യകാന്തി ഒക്കെ മഞ്ഞയാണ്. നെക്സ്റ്റ് എലഫന്റ്, ആന, കറുത്തത് അല്ലേ? ബ്ലാക്ക് കളർ, കറുപ്പ്. നെക്സ്റ്റ് വൺ വെളുപ്പ്, ആര്? പ്രാവ്. ഓക്കെ, നെക്സ്റ്റ് ചുവപ്പ്. എന്താ അവിടെ കാണിക്കുന്നേ? നല്ല ചുവന്ന ക്യാപ്പ് കാണിക്കുന്നുണ്ട് അല്ലേ? റെഡ് കളറിലുള്ള. നെക്സ്റ്റ് നീല, ബ്ലൂ കളർ ഒരു ഫ്രോക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നിറങ്ങൾ എന്തൊക്കെയാ? പച്ച, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, നീല. ഓക്കെ, എന്തൊക്കെയാ പറയുക? ഗ്രീൻ എന്ന് പറഞ്ഞ പച്ച, യെല്ലോ മഞ്ഞ അല്ലേ? കറുപ്പ് ബ്ലാക്ക്, വെളുപ്പ് വൈറ്റ്, ചുവപ്പ് റെഡ്, നീല ബ്ലൂ. ഓക്കെ, അപ്പൊ ഇത്രയും കളേഴ്സും നമ്മൾ അവിടെ പഠിച്ചു. ഓക്കെ, അപ്പൊ ഈ പേജ് വരെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം മക്കള്? നല്ലതുപോലെ പഠിക്കണം. നമ്മുടെ എക്സാമിന് അതുവരെയുള്ള ഭാഗങ്ങളാണ് വരിക. ഓക്കെ, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അക്ഷരദീപ എഴുതുന്നുണ്ടോ? യെസ്. 2 ലൈൻ ബുക്ക് എഴുതിയോ? ഗ്രീൻ കളർ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ? എക്സാമിന് വേണ്ടി എല്ലാവരും സിമ്പിൾ ആയിരിക്കും കേട്ടോ. എല്ലാവരും അത് വായിച്ച് പഠിച്ച് എഴുതാനൊക്കെ പഠിക്കും കേട്ടോ. ചിഹ്നങ്ങളൊക്കെ പഠിക്കണേ. ആ എന്ന ചിഹ്നം, ഈ, ഉ, ഇറ്, എ, ഐ, ഓ, ഔ, ഇത്രയും ചിഹ്നങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഓരോന്നിനും ഏത് ചിഹ്നമാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ എല്ലാവരും കളർസ് ഒന്നുകൂടി പറയും മേഡം. May I go to toilet? Yes. Okay. കളർസ് എടുക്കുന്നു സർ. എന്ത് ചെയ്യാ? എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യാം കേട്ടോ. പിന്നെ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്, ഒരു ഇംഗ്ലീഷ് സ്റ്റോറി. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആരുടെയാ? എന്താ പേര് സ്റ്റോറിയുടെ? എന്താ സ്റ്റോറിയുടെ പേര്? കഴിഞ്ഞ മലയാളം ക്ലാസ്സിലല്ല നമ്മുടെ ഒരു സ്റ്റോറി ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താ വൈക? ഓക്കെ, ദ ലയൺ ആൻഡ് ദ കൗസ് അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓർമ്മയുണ്ടോ കഥ? അപ്പോ നമ്മുടെ സമയം കഴിഞ്ഞു മക്കളെ. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാ? നല്ലതുപോലെ പഠിക്കുക കേട്ടോ. എഴുതി പഠിക്കണേ, എഴുതാനൊക്കെ പഠിക്കണേ, ചിഹ്നങ്ങൾ യൂസ് ചെയ്ത് പഠിക്കണം. എന്താണ് ആദിശ്രീക്ക് എന്താ പറയാനുള്ള? ആദിശ്രീ
ഇവിടെ എവിടെയോ കൈവക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താണ്? ഇപ്പൊ സമയം കഴിയുവേ. വേഗം പറഞ്ഞോ. മേ ഗോ ടു ടോയ്ലറ്റിനാണോ? അല്ല അല്ലേ? ഓക്കെ, അപ്പൊ ബൈ, സി യു. എല്ലാ മക്കളും പഠിക്കുക കേട്ടോ. ബൈ, സി യു. ഓക്കെ, ബൈ.